മംഗൽപാടി പഞ്ചായത്തിലെ കുബണൂർ മാലിന്യ പ്ലാന്റിൽ ശാശ്വത പരിഹാരമായ ബയോ മൈനിംഗ് പ്രവൃത്തി ആരംഭിച്ചു. ഭരണസമിതിയുടെ കഠിന പരിശ്രമത്തിന്റെ ഫലമായാണ് ബയോ മൈനിംഗ് പ്രവൃത്തി ആരംഭിച്ചത്. 1,63,00,000 രൂപയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. വർഷങ്ങളായി കുന്നുകൂടിയിരുന്ന കുബണൂരിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് മംഗൽപാടി പഞ്ചായത്ത് ഭരണസമിതിയുടെ കഠിന പരിശ്രമത്തിന്റെ ഫലമായി ബയോ മൈനിംഗ് പ്രവൃത്തി ആരംഭിച്ചു. ഏറെക്കാലമായി മംഗൽപാടി പഞ്ചായത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായിരിക്കും ബയോ മൈനിംഗ് പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ ഉണ്ടാകുക. മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി ഭരണസമിതി കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ ഇവിടെ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ബയോ മൈനിംഗ് പ്രവൃത്തി നടത്തുന്നത്. 5 വർഷത്തോളമായി ഭരണസമിതി നടത്തിയ കഠിന പരിശ്രമത്തിന്റെ ഫലമായാണ് 1,63,00,000 രൂപയുടെ പദ്ധതിയിൽ ബയോ മൈനിംഗ് പ്രവൃത്തി നടത്തുന്നതെന്ന് മംഗൽപാടി പഞ്ചായത്തിലെ ഭരണസമിതി അംഗമായ മജീദ് പച്ചമ്പള പറഞ്ഞു. കോഴിക്കോട്ടെ MC കുട്ടി എന്ന കമ്പനിയാണ് ബയോ മൈനിംഗ് പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്തത്. 3 മാസം കൊണ്ട് പ്രവൃത്തി തീർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പ്ലാന്റിലുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുമെന്നും 3 കോടി രൂപയുടെ ആധുനിക സൗകര്യമുള്ള പുതിയ പ്ലാന്റ് നിർമ്മിക്കുമെന്നും മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമത്ത് റുബീന അറിയിച്ചു. മംഗൽപാടി പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങുമ്പോൾ ഞങ്ങൾ നേരിട്ടൊരു പ്രശ്നമായിരുന്നു മാലിന്യ വിഷയം. ഈ ഒരു 4 വർഷത്തെ ഇടവേളയ്ക്ക് നമ്മുടെ ബയോ മൈനിങ് സംവിധാനം പ്രോസസ്സിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. 1,63,00,000 രൂപയാണ് ഈ പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചത്. നമ്മുടെ ഈ ഒരു ചിരകാല സ്വപ്നം സാഫല്യീകരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് വളരെ നല്ല രീതിയിൽ തന്നെ തുടക്കമായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബയോ മൈനിങ് പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരു സ്മാർട്ട് മാലിന്യ പ്ലാന്റും കൂടി ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭരണസമിതി 3 കോടിയോളം രൂപ ഫണ്ട് പ്രൊജക്റ്റായി വെച്ചിട്ടുണ്ട്. ഇർഫാന ഇക്ബാൽ, ഷെരീഫ് TM, ബി ഫാത്തിമ അബൂബക്കർ, റഷീദ ഹനീഫ്, കിഷോർ മാസ്റ്റർ, സുധ, രേവതി തുടങ്ങിയവരും കുബണൂരിലെത്തുകയും പ്രവൃത്തിയുടെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.